ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഒരു മിറാക്കിൾ മെഡിസിൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗാലക്സി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ആയുർവേദത്തിൽ മിറാക്കിൾ മെഡിസിൻ എന്നറിയപ്പെടുന്ന ഒരു ഔഷധം വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അമുക്കുരം എന്നാണ്. അമുക്കുരം അല്ലെങ്കിൽ അശ്വഗന്ധ അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് ഒരു ഗ്ലോ കിട്ടാനായിട്ട് വളരെ വളരെ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. നല്ലൊരു ആയുർവേദ ഫേസ് പാക്കാണ്. പിമ്പിൾസ് മാർക്കൊക്കെ നന്നായിട്ട് മാറാൻ ഇത് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിതിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊളാജനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏജിങ് ആവുന്നത് തടയാനായിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മെഡിസിനാണ് ഈ അശ്വഗന്ധ അല്ലെങ്കിൽ ഈ അമുക്കുരം എന്ന് പറയുന്നത്. ക്യാൻസറിനെ പോലും ചേർത്ത് നിർത്താൻ കഴിവുള്ള ഒരു ഔഷധമാണ് ഇത്. പ്രതിരോധശേഷിയൊക്കെ ഉണ്ടാകാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നിത്യ യൗവനം നിലനിർത്താനുള്ള ഒരു ആയുർവേദ മെഡിസിനാണെന്നും കൂടി പറയാം. പിന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പിഗ്മെൻറ്റേഷനും കരിമംഗല്യവും അതുപോലെ തന്നെ ആക്നെ വന്ന പാടുകളെല്ലാം മാറ്റി നമ്മുടെ ഫേസ് ഗ്ലോ ആയിട്ട് നല്ല ഏജിങ് ഒക്കെ മാറ്റി നല്ലൊരു നിത്യ യൗവനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മുഖത്തെ ചുളിവുകളൊക്കെ മാറാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്കറി യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പൗഡർ നമുക്ക് ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിക്ക് കിട്ടും. ഞാനിത് സ്റ്റിക്കായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇത് അങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിയത്. അങ്ങയുടെ കടയിൽ നിന്ന് 25 രൂപയ്ക്ക് എനിക്ക് എത്ര ഗ്രാമാണെന്ന് ഓർമ്മയില്ല, എനിക്ക് കിട്ടി. അതിൻ്റെ ഒരു പിക്ക് ഞാൻ ഇവിടത്തേക്ക് സ്റ്റിക്കാണ് കിട്ടിയത്. ഞാനത് വെയിലത്ത് വെച്ച് കുറച്ചും കൂടെ നന്നായിട്ട് ഉണക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. പൊടിച്ചെടുത്തിട്ട് അരിപ്പ ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുത്ത് നല്ല ഫൈനായിട്ട് എടുക്കണം നമ്മുടെ പൗഡർ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ അരിപ്പ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല, അല്ലാതെ തന്നെ അത് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. കേസ് അപ്പോൾ ഇതാണ് എൻ്റെ അശ്വഗന്ധം പൗഡർ. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർത്തതാണ് കേട്ടോ. അപ്പം ഞാൻ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അശ്വഗന്ധം പൗഡർ ഞാൻ പേരൊക്കെ എഴുതി വെച്ചേക്കാണ്. കുറേ പാക്കുകൾ നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ മാറിപ്പോകാതിരിക്കാൻ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെയാണ്. ഒരു ക്രീമി കളറുള്ള ഒരു ഇതാണ്. പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 1 സ്പൂൺ അശ്വഗന്ധ പൗഡർ ഇട്ട് കൊടുക്കാം. അശ്വഗന്ധ പൗഡറിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ആക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളറൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതിനുശേഷം 1 സ്പൂൺ കാച്ചാത്ത പശുവിൻ പാലോ അല്ലെങ്കിൽ തൈരോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പാക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട. ഈ ഒരു പാക്ക് ഇട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ നല്ലതായിട്ടാകരുത്, ചുളിവുകൾ വരും. അതുകൊണ്ട് ഒരു പാക്ക് ഇട്ടിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഡ്രൈ ആയിട്ട് വരാം. അപ്പോൾ പാക്ക് ഇട്ടിട്ട് ഇത് ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്കിതൊന്ന് നല്ലതായിട്ട് ഡ്രൈ ആവാൻ നിൽക്കണ്ട. നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി വരാം. ഒരു 5-10 മിനിറ്റിനകത്ത് ഒന്ന് ഉണങ്ങി കിട്ടും. ഒന്ന് വാഷ് ഔട്ട് ചെയ്യാം. നല്ലൊരു ബ്രൈറ്റൻ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഗൈസ്. ഞാൻ ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുള്ളതാണ് ഗൈസ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഇതുവരെ ഒരു പാക്കും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഡെയിലി യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണ നിങ്ങളിത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് വേഗം തന്നെ വരാം. ബൈ.